ഹായ്, ഞാൻ ഷീമ. അപ്പോൾ ഇന്ന് നല്ല തകർത്ത് 11 മണിക്ക് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ എറണാകുളം മൊത്തം ഒരു സമയത്ത് മഴ പെയ്തു എന്ന് പറയാം. അപ്പോൾ എനിക്ക് അമ്മച്ചിനെ കാണാൻ പോകാനായിട്ട് കുറേ ദിവസമായി വിചാരിക്കണേ, എത്താൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്ക് 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 വന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ പണികളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി പോണത്. ഇന്ന് എന്തായാലും അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന് ഞാൻ സംസാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ പോണ വഴി മീനും കൂടി വാങ്ങിക്കണമായിരുന്നു നമുക്ക്. ഞാൻ വൈപ്പിൽ നിന്നാണ് കൂടുതലും മീനൊക്കെ വാങ്ങിക്കണത്. അപ്പോൾ ഞായറാഴ്ച കറിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് കടയിൽ ഇത്തിരി തിരക്കായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഫുഡ് കറക്റ്റാക്കി വെച്ചില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കൊച്ചി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. മഴയത്തും വെയിലത്തും അതുപോലെ തന്നെ ഈ കാർമേഘങ്ങളും എല്ലാം വരും. ഈവനിങ് ടൈമും വേറൊരു ഭംഗിയാണ്. അതല്ല നൈറ്റ് ആകുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചി കാണാൻ വന്നവർ വേഗം വന്ന് കണ്ടോട്ടോ. കൊച്ചി കാണണമെങ്കിൽ മഴയത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാനിനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം കേട്ടോ ഇനി. അപ്പോൾ പിന്നെ വല്ലാർപാടം പള്ളി കണ്ടു, മാതാവിനോട് പ്രാർത്ഥിച്ചു. കയറാൻ പറ്റിയില്ല, കാരണം എനിക്ക് സമയക്കുറവ് തന്നെയാണ്. നാളെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. പിന്നെ ഇതാണ് വൈപ്പിൻ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന അവിടം വരെ എനിക്ക് പോകണം. ആ വൈറ്റ് ലൈറ്റ് കണ്ടില്ല, അവിടം വരെ എനിക്ക് തിരിഞ്ഞു പോകണം. ഇങ്ങോട്ട് പോരുമ്പോൾ ഈ ബോട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കാനാണ് നല്ല രസമാണ് കേട്ടോ. പിന്നെ മീൻ വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട്, നോക്കി വാങ്ങിക്കണം. പിന്നെ പുതിയതായിട്ട് അൽസാജ് കിച്ചൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് മാസങ്ങളായിട്ടോ. എപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ വീട് വൈപ്പിൽ വളപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ മാതാവിൻ്റെ പള്ളിയിൽ നോക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്ന് വേഗം തിരിച്ചിട്ട് കയറിപ്പോണം. അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയുടെ സാരിയൊക്കെ എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. റോണ അമ്മച്ചിക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തു. റോണ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മകളാണ്. അപ്പോൾ അവൾക്ക് സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതെന്നെ കാണിച്ചിട്ട് അമ്മച്ചിയുടെ അലമാരി നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നും പച്ചമുക്കിയ സാരി ഉണ്ടാവും, എപ്പോഴും മടക്കി നല്ല കുട്ടപ്പനാക്കി വെക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളും അങ്ങനെയാണോ? ഞാൻ കുറച്ചൊക്കെ ഉണ്ടോ. പിന്നെ റിസൂവിൻ്റെ മീൻ വളർത്തണ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കി കുറേ നേരം അവനായിട്ട് പിരികേറ്റി. ഞാൻ ചെല്ലുമ്പോൾ അവനെ കുറേ നേരം പിരികേറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുള്ളൂ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വരാം. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും നിങ്ങളത് ഹാർട്ടും കൂടി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും പുതിയ പുതിയ വീഡിയോസ് കാണാൻ. മഴയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, തെന്നി വീഴാണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എല്ലാവരുടെയും ഇപ്പം ഞാൻ നോക്കുമ്പോൾ കയ്യൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നടക്കുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്തോളും. ഓക്കെ.